ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ തന്നെ നമ്മൾ പോകുന്ന എടുക്കാഴ്ച നേരെ കടൽക്കാണ്. നമ്മളടുത്ത് തന്നെ അബുഹൂർ, ജിദ്ദയിലുള്ള അബുഹൂറിൽ തൊട്ടടുത്തൊരു കടലുണ്ട്. അപ്പം നേരെ അവിടെ പോയി കുളിക്കുക, വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളവിടുന്ന് 5 മിനിറ്റ് ദൂരമുള്ളൂ. നേരെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ ഏതായാലും കുളിക്കാനുള്ള ചാടുള്ള സ്ഥലത്ത് പോകും. ഓന്താ പരിപാടിയാ? തള്ളിയിടാനുള്ള പരിപാടിയാ? ഏത് അറിയുന്നോ? ഉന്തി മറിച്ചിട്ടാണ്, ഉന്തി മറിച്ചിട്ടോടെ. ഓ വേറെന്തോ പരിപാടിയാണ്. ഇതത്തെ വല ഇട്ടണ മീൻ പിടിച്ച മീൻ വളർത്തനാണ്. കേട്ട് വരണതല്ല സാറാടി. എടുക്കണ്ടേ നല്ല ഉപ്പുണ്ടത്, അതാണ് കുഴപ്പം. അങ്ങടാ ഇറങ്ങേ, ഒതുങ്ങേ, ടെൻഷൻ മാറട്ടെ. എന്തായാലും കല്യാണം കഴിയേ. തള്ള ചോദിച്ചാ ഇന്നലെ ഓള് പോയി ആ മിസ്സിങ്ങില് കണ്ണ് നിറഞ്ഞു കരഞ്ഞു എന്ന് പറഞ്ഞു. കണ്ണൊക്കെ ചോന്തണല്ലോ ചോദിച്ചുമ്പോ. ഇന്നലെ രാത്രി ഒരു പോള ഞാൻ കണ്ണടിച്ചില്ല. സ്റ്റീലാണിത്. അങ്ങനെ അങ്ങനെ അവസാന ദിവസത്തിൽ ഇവിടെ ഒരു ചാട്ടൊക്കെ ചാടി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടിയിൽ കുറച്ചേരൊക്കെ ഇവിടെ കറങ്ങി നിൽക്കണം. വെയിലൊക്കെ ചൂടാകുമ്പോൾ നേരെ റൂമൊക്കെ തിരിച്ചു വിടണം. നമ്മളെ ജിദ്ദയുള്ള മുത്തുമണീസൊക്കെ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വണ്ടിയുള്ളവരൊക്കെ നേരെ വരിക, കാണുക, ആസ്വദിക്കുക, ചാടുക, കുളിക്കുക, പോവുക. കാണാതിരിക്കണമല്ലോ, അപ്പം കാണിച്ചു കൊടുക്ക. വാഷർ കണ്ടോട്ടെ, അതിനത്ര വലിയ വാഷറൊന്നും അല്ല എൻ്റെ. ഏതൊക്കെയാ വരവ് നോക്കിയത്? വാര്യംകുന്നത്തല്ലത്. ൊക്കെ ഫുള്ള് സെറ്റാണ്. ഇവിടെ നിന്ന് ആകെ പള്ളിയും ചാടി. എൻ്റെ എനിക്ക് സ്റ്റീൽ ബോഡി ആർക്കുമില്ല. ഷെബി നോക്കിയാ കല്യാണം കഴിഞ്ഞാൽ പറ്റാണ്ട് ഇതായില്ല, ഒടിഞ്ഞാണ് ഇവിടെ നിന്നാല്. റഹ്മാന്റെ പള്ളൊക്കെ പോയല്ലോ. എന്താ ചാട്ടിയേ? അല്ല, ഇന്നലെ മന്തി ഇനി അതൊന്ന് കാണാലോ ഉള്ളതിന്. റിസ്ക് എടുക്കണ്ട, പോസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. മറ്റേ വീഡിയോ വെൽക്കം. മറ്റേ വീഡിയോ ആണ് നടക്കുന്ന, സ്ലോ മോഷൻ കാണാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ വീഡിയോസ്, പോസും പാട്ടൊക്കെ എടുത്ത് അങ്ങനെ എടുക്കാനുള്ള പരിപാടിയാണ്. സംഗതി എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. എല്ലാവരും വീഡിയോക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ മസ്റ്റായിട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക. വണ്ടിയിലൊക്കെ വെള്ളിയാഴ്ച ശനിയാഴ്ച ഒക്കെ ലീവുള്ള ആൾക്കാരൊക്കെ നേരെ വന്ന് അബൂഹൂർ വരിക, തകർക്കുക, പോവുക, ചാടി കുളിക്കാൻ നല്ല സെറ്റപ്പ് ഏരിയ, മീനും പിടിക്കാം. കുണ്ടി കാണാൻ തുണി താത്തിട്ടാ കുട്ടീനെ കാണണ്ടേ. അയാൾക്കെത്തിനത് ഇത് ചെറിയ മീനാങ്ങായി. സംഗതി ഇത് ഫോട്ടോത്തിൽ കാണാനുള്ള ക്ലിയർ ഒന്നുമില്ല. ഇങ്ങനെ കേസ് നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളെ തിരിച്ച് റൂമിൽ തന്നെ പോകാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് നേരെ പോയിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണം. രാവിലത്തെ ഫുത്തൂർ കഴിക്കണം.
അത് കഴിഞ്ഞിട്ട് വേണം റൂമിൽ പോകാം. എന്നാൽ നല്ലൊരു ഉറക്കം പാസ്സാക്കാം. കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ വീണ്ടും ബോട്ടിങ് തുടങ്ങും. നാളെ 2 ദിവസം മേഴ്സില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ എന്റെ സ്റ്റാറ്റസ് ഉണ്ട് നിങ്ങൾ ആരെങ്കിലും കീപ്പർ ക്യാച്ച് എടുക്കണേ നമ്മളെ തുണക്കാരനാണ് സെമിയില് സാധിക്കുന്നൊക്കെ ബിഗ് ബോസില് അല്ല ഓ ക്രിക്കറ്റ് കളിച്ച് ഞാൻ കണ്ടേ അതിനിപ്പോ ബിഗ് ബോസ് ഏത് ബിഗ് ബോസിലൊന്നും ഇല്ലല്ലോ. ബിഗ് ബോസ് താരങ്ങൾ കൂടിയിട്ടേ ചെലപ്പോ അവൻ എടുക്കും. കാരണം ഇങ്ങനെ സെലിബ്രിറ്റി ആയ ആൾക്കാരെ എടുക്കല്. പെണ്ണുങ്ങന്മാരുടെ ഞാനും ഇപ്പൊ ബിഗ് ബോസ് പോകണ്ട. എന്താ എന്റെ തീരുമാനം? എന്താ ഈ സെലിബ്രിറ്റി ആയിട്ട് എന്താ പ്രശ്നം? എന്റെ അഭിപ്രായം എന്താ? അതിന് മാമനാദ്യം വിടൂല. ആട് പോകുമ്പോ നേരെ നമ്മളെ അടുത്തുള്ള ആ ഹോട്ടൽ അൽ റയാലിൽ എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിച്ച് നേരെ റൂമിൽ പോവാം. പരിപ്പ് കറി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. മീൻ കറി, ഫിഷ് കറി, മട്ടൻ കറി. കള്ളിത്തുണി എടുത്തുന്ന ആൾക്കാരുടെ ഇവിടെ ഒന്നിച്ചല്ല ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഫുഡ് ഒക്കെ കഴിച്ച് നേരെ റൂമിൽ പോകും, ഉറങ്ങുക. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും മസ്റ്റായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം.